ആണത്തമുള്ള നിരവധി മനുഷ്യജന്മങ്ങൾ സ്വന്തം ജീവൻ കൊടുത്തുകൊണ്ട് നേടിയ സ്വാതന്ത്ര്യം രണ്ട് ക്രൂരനായ കൊള്ളക്കാരെ പേടിച്ചുകൊണ്ട് എങ്ങോ പോയി മറിഞ്ഞിരിക്കുന്നു. ബംഗാളിൽ നിന്നും ഞെട്ടിക്കുന്ന വാർത്തയാണ് പുറത്തുവരുന്നത്. ബംഗാളിലെ പലയിടത്തും വോട്ടർമാരും ബൂത്തുകളും അപ്രത്യക്ഷമായിരിക്കുന്നു. നീതിയുടെയും ന്യായത്തിന്റെയും സുപ്രീം കോടതികൾ ക്രൂരമായ അഗ്നിഗോളങ്ങളാൽ വിഴുങ്ങപ്പെട്ടിരിക്കുന്നു. ഒരു വിഭാഗത്തെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട്, അവരുടെ പൗരത്വ രേഖകൾ പിടിച്ചു വാങ്ങിക്കൊണ്ട്, അവർക്ക് വോട്ട് നിഷേധിച്ചുകൊണ്ട്, അവർ ഇന്ത്യൻ പൗരന്മാരല്ല എന്ന് മുദ്രകുത്തിക്കൊണ്ട് ഇന്ത്യയിൽ നിന്ന് അവരെ ക്രൂരമായി നാടുകടത്തുന്നു. നാടുകടത്തപ്പെട്ട ജനങ്ങൾ എങ്ങോട്ട് പോയി മറഞ്ഞെന്ന് ആർക്കും അറിയില്ല. വൻ നിഗൂഢതകൾ നിറഞ്ഞ സത്യം ആർക്കും അറിയേണ്ടതില്ല. ജനാധിപത്യ രാജ്യത്തിലെ പാവപ്പെട്ട ജനങ്ങളെ ഉഗ്രവിഷമുള്ള രണ്ട് പാമ്പുകൾ ആഞ്ഞാഞ്ഞു കൊത്തുന്നു. ചോദ്യം ചോദിക്കുന്നവരെ തീവ്രവാദികളാക്കിക്കൊണ്ട് ഇരുട്ട് നിറഞ്ഞ കാരാഗ്രഹത്തിലേക്ക് വലിച്ചെറിയുന്നു. നിരപരാധികളായ നൂറുകണക്കിന് മനുഷ്യരുടെ രക്തവും കണ്ണീരും സങ്കടവും ഏറ്റുവാങ്ങേണ്ടി വന്ന ഹതഭാഗ്യരായ കാരാഗ്രഹങ്ങൾ നിശബ്ദമായി കരയുന്നു. ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ മൃഗങ്ങളുടെ മലമൂത്ര വിസർജനത്തിന്റെ വില പോലുമില്ലാത്ത മനുഷ്യജന്മങ്ങൾ പെരുമഴ പോലെ ആർത്തു പെയ്യുന്നു. ആണത്തമുള്ള നിരവധി മനുഷ്യജന്മങ്ങൾ സ്വന്തം ജീവൻ കൊടുത്തുകൊണ്ട് നേടിയ സ്വാതന്ത്ര്യം രണ്ട് ക്രൂരനായ കൊള്ളക്കാരെ പേടിച്ചുകൊണ്ട് എങ്ങോ പോയി മറിഞ്ഞിരിക്കുന്നു. കേരളത്തിലെ ജനങ്ങളുടെ വോട്ടുകൾ മോഷ്ടിക്കപ്പെടുന്നുവോ? ഞെട്ടിക്കുന്ന വാർത്ത. തൃശൂരിന്റെ മണ്ണിൽ വോട്ടുകൾ മോഷ്ടിക്കപ്പെട്ടപ്പോൾ ചിരിച്ചു തള്ളിയ മലയാളികളെ നിങ്ങൾക്ക് വരുന്നു 8ന്റെ പണി. കേരളത്തിലെ ഒരു വിഭാഗം ജനങ്ങളുടെ വോട്ടുകൾ റദ്ദ് ചെയ്യപ്പെടുന്നു. അതിലൂടെ നിങ്ങളുടെ പൗരത്വാവകാശമാണ് നഷ്ടപ്പെടുന്നത്. പച്ചയായി പറഞ്ഞാൽ നിങ്ങൾ ഇന്ത്യൻ പൗരനല്ലാതെയാവും. അതിലൂടെ നിങ്ങളുടെ സ്വത്തുക്കൾ ഇവിടെ കാണും, പക്ഷേ നിങ്ങൾ ഇന്ത്യയിൽ കാണില്ല. വീട്ടിൽ വരുന്നു പറയില്ലേ? ഏത് വീട്ടിലാണ് പോയത്? ഏവന്റെ വീട്ടിലാണ് പോയത്? മാഡം, ഞങ്ങൾ ഇങ്ങോട്ട് സംസാരിക്കുന്നത് അങ്ങോട്ട് സംസാരിക്കണം. വേറെ നമ്മൾ നോക്കി നിൽക്കാനല്ല. വോട്ടില്ല. എന്റെ രണ്ട് കുട്ടികൾക്കും ഇല്ല. 3 പേർക്ക് ഭർത്താവ് 3 വോട്ട്. വോട്ടില്ല. കഴിഞ്ഞ ഇതുവരെ വോട്ട് ചെയ്തതാണ്.